നമസ്കാരം. നിങ്ങളുടെ സ്നേഹബന്ധത്തില് ഇപ്പോ പ്രശ്നങ്ങളാണ്. അവർ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ അവര് കാരണങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അകന്നു പോകുന്നു. അത് നിങ്ങൾക്ക് നന്നായി ഫീല് ചെയ്യുന്നുണ്ടോ? കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ നേരമില്ല, മെസ്സേജ് ഇടുന്നതിന് റിപ്ലൈ ഇല്ല. തുടക്കത്തിലൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടും മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്ന ആളുകള് ഇപ്പോ മെസ്സേജ് ഇട്ടാൽ പോലും നോക്കുന്നില്ല. അങ്ങനൊക്കെ അകന്നു പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും പിന്നീട് ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ കൂടെ നിർത്താനും വേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനും കൊണ്ടുവരാനും പറ്റും. ഇതിന്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആ വ്യക്തിയോട് മുന്നോട്ട് പോകേണ്ടത്, എന്ത് കാരണത്താലാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്, അത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളും പരിഹാരവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി മറ്റ് തേർഡ് പാർട്ടിയുമായി ബന്ധത്തിലാണോ, അല്ലെങ്കിൽ മറ്റ് എന്താണ് കാരണം, തെറ്റിദ്ധാരണയാണോ, അതിന് എന്ത് ചെയ്താലാണ് ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടുക, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോവുക, അതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി അതേപോലെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ആ പഴയ ആളായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. അല്ലാത്തിടത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഇതിനെക്കുറിച്ച് മാത്രം ചിന്ത. എങ്ങനെ മുന്നോട്ട് പോകും ഈ കാര്യം ശരിയാവാതെ, അതിൽ ഈ ചിന്ത തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ. എപ്പോഴും ഇതേക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. മുന്നോട്ട് ജീവിക്കണമെന്ന് പോലും തോന്നിപ്പോകും. അങ്ങനെയുള്ള അവസ്ഥ ആകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് വീട്ടിലായാലും ജോലി സ്ഥലത്താണെങ്കിലും എന്തിലാണെങ്കിലും ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അത് മാനസികമായും ശാരീരികമായും നിങ്ങളെ വല്ലാതെ തളർത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാനുണ്ടായ കാരണം എന്താന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങളാണ് വേണ്ടത്. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതേപോലെ പ്രവർത്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന അതേപോലെ നിങ്ങൾ അയാളോട് പെരുമാറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കുറെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടൊന്നും അയാൾ തിരിച്ചു വരില്ല. അത് എങ്ങനെയാണ് ആ സംസാരം കൊണ്ടുപോകേണ്ടത്, എന്ത് ചെയ്താലാണ് അയാൾക്ക് നമ്മളോട് തിരിച്ച് വീണ്ടും ഇഷ്ടം ഉണ്ടായി തുടങ്ങുക, ആ പഴയ ഇഷ്ടം വരിക എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ആ രീതിക്കായിരിക്കണം നിങ്ങൾ അയാളോട് പെരുമാറേണ്ടത്. അല്ലാതെ ഇപ്പൊ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കി അതേപോലെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.